ഹേയ്, ദിസ് ഇസ് ഹിബ ഫ്രം ടോക്ടോണിക് അക്കാഡമി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഒരു 3 വേർഡും ആ വേർഡിന്റെ മറ്റൊരു ഹിന്ദി വാക്കുകളും കൂടിയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതായത് നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ, ഇവിടെ, അവിടെ, എവിടെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അതിന് സാധാരണ നമ്മൾ ഹിന്ദിയിൽ എന്താ യൂസ് ചെയ്യുക? യഹ, വഹ, കഹ എന്നുള്ള വേർഡാണ് നോർമലി നമ്മൾ യൂസ് ചെയ്യുക അല്ലേ. ഇതല്ലാതെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന മറ്റൊരു വേർഡും കൂടെ ഈ ഒരു 3 വേർഡ്സിന് നമുക്ക് വരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. അപ്പോ യഹാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ എന്നാണ് അർത്ഥം അല്ലെ. യഹ, ഇവിടെ. ഇനി ഈ യഹ എന്നുള്ളതിന് പകരം ഇവിടെ എന്നുള്ളതിന് നമ്മൾ ഹിന്ദിയിൽ യൂസ് ചെയ്യുന്ന മറ്റൊരു വേർഡാണ് ഇധർ എന്നുള്ളത്. ഇധർ. ഇധർ എന്ന് പറഞ്ഞാലും യഹാം എന്ന് പറഞ്ഞാലും ഇവിടെ എന്നാണ് അർത്ഥം. ഓക്കെ. അപ്പോ ഉദ്ധർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഉദ്ധർ. ഉദ്ധർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്നാണ് അർത്ഥം. അതായത് നമ്മൾ വഹാം എന്ന് യൂസ് ചെയ്യും അല്ലെ. അവിടെ എന്നുള്ളതിന് ഹിന്ദിയിൽ നമ്മൾ വഹാം എന്ന് യൂസ് ചെയ്യാറുണ്ട്. അതിന് പകരമായിട്ട് നമുക്ക് ഉദ്ധർ എന്നും യൂസ് ചെയ്യാം. ഉദ്ധർ എന്ന് പറഞ്ഞാലും വഹാം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ. ഇനി നമ്മൾ കഹാം എന്ന് ചോദിക്കും. കഹാം എവിടെ? കഹ എവിടെ എന്ന് ചോദിക്കും അല്ലെ. ഈ എവിടെ എന്നുള്ളതിന് നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ വേർഡ് അല്ലെങ്കിൽ എവിടെ എന്നുള്ളതിന് മറ്റൊരു ഹിന്ദി വേർഡ് ആണ് കിധർ എന്നുള്ളത്. കിധർ. ഓക്കെ. അപ്പോ യഹാം, ഇധർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ, വഹ, ഉധർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ, കഹ, കിധർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഇനി നമുക്ക് ഈ 3 വേർഡ്സിനും ഓരോരോ സെന്റൻസ് വെച്ചിട്ടൊന്ന് നോക്കിയാലോ. ഫസ്റ്റ് വൺ യഹ അല്ലെങ്കിൽ ഇധർ എന്നുള്ള ഒരു വേർഡാണ് വരുന്നത്. നമുക്കിപ്പോ എക്സാമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം. മേ യഹാഹു, മേ യഹാഹു. മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ, യഹാം ഇവിടെ, ഹൂം ഉണ്ട് അല്ലെങ്കിൽ ആണ് എന്ന അർത്ഥമാണ് വരുന്നത്. മേ യഹാഹു എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ ഞാൻ ഇവിടെയാണ് എന്നുള്ള മീനിങ്. അപ്പോ മേ ഇധർ ഹൂം എന്നും നമുക്ക് പറയാം. മേ ഇധറു നമ്മൾ സംസാരിക്കുമ്പോൾ മേ ഇധറു എന്നാണ് പറയാം. മേ ഇധറു. ഓക്കെ. മേ ഇധർ ഹൂം എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ മേ ഇധറു എന്ന് പറയാം. അല്ലെങ്കിൽ മേ യഹാഹൂം എന്നും നമുക്ക് പറയാം. അപ്പോ ഇവിടെ എന്നുള്ളതിന്റെ 2 വേർഡ് വെച്ചിട്ട് നമ്മൾ ഒരു സെന്റൻസ് നോക്കിയില്ലേ. ഇനി അടുത്തൊരു സെന്റൻസ് ആണ് വഹ അല്ലെങ്കിൽ ഉധർ എന്ന് വെച്ചിട്ട് ഒരു സെന്റൻസ് നമുക്ക് നോക്കാം. വഹ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. വോ വഹ രഹ്താ ഹേ. വോ വഹ രഹ്താ ഹേ. വോ എന്നുള്ളത് വഹ് എന്നാണ് എഴുതുക അല്ലെ. അപ്പൊ വഹ് വഹ രഹ്താ ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവിടെയാണ് താമസിക്കുന്നത്. വഹ് അവൻ, വഹാം അവിടെ, രഹ്താ ഹേ താമസിക്കുന്നത്. വോ വഹ രഹ്താ ഹേ എന്ന് പറഞ്ഞാൽ അവൻ അവിടെയാണ് താമസിക്കുന്നത്. ഇനി നമുക്ക് വഹ എന്ന് മാറ്റിയിട്ട് ഉധർ എന്ന് വെച്ചിട്ടും പറയാം. വോ ഉധർ രഹ്താ ഹേ. വോ ഉധർ രഹ്താ ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവിടെയാണ് താമസിക്കുന്നത്. അപ്പോ വോ ഉധർ രഹ്താ ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വോ വഹ രഹ്താ ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവൻ അവിടെയാണ് താമസിക്കുന്നത് എന്നാണ് മീനിങ് വരുന്നത്. ഇനി അടുത്തത് കഹ അല്ലെങ്കിൽ കിധർ അല്ലെ. ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു സെന്റൻസ് പറയാം? തൂ കഹ ജാ രഹേ ഹോ. തൂ കഹ ജാ രഹേ ഹോ. തൂ എന്ന് പറഞ്ഞാൽ നീ, കഹ എവിടെ, ജാ രഹേ ഹോ പോകുന്നു. നീ എവിടേക്കാണ് പോകുന്നത്? തൂ നമ്മൾ സംസാരിക്കുമ്പോൾ എങ്ങനെ നമ്മൾ പറയാ? തൂ കഹ ജാ രഹേ ഹോ. തൂ കഹ ജാ രഹേ ഹോ എന്നാണ് ചോദിക്കുക അല്ലെ. അപ്പോ കഹാം എന്നുള്ളതിന് പകരം നമുക്ക് ഇവിടെ എന്ത് യൂസ് ചെയ്യാം? കിധർ എന്നുള്ള വേർഡും യൂസ് ചെയ്യാം. അപ്പോ തു കിധർ ജാ രഹേ ഹോ. തു കിധർ ജാ രഹേ ഹോ എന്ന് ചോദിച്ചാല് നീ എവിടേക്കാണ് പോകുന്നത്? നീ എവിടെ പോകുന്നു എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അപ്പോ ഈ 3 വേർഡും അതിന്റെ നമ്മൾ ഈ 3 വേർഡ്സിന് പകരം യൂസ് ചെയ്യുന്ന 3 വേർഡും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മിൽത്തെ ഹേ അഗ്ലേ വീഡിയോ മേ. തബ് തക് കെ ലിയേ ബൈ.